വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ബോജത്തഴകം എഴുതി പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം മഹഡ് സത്യാഗ്രഹ സമരത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളെ വളരെ സൂക്ഷ്മമായി, അതോടൊപ്പം തന്നെ വളരെ ലളിതമായും പരാമർശിക്കുന്ന ഒരു പുസ്തകമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ആധുനിക രാഷ്ട്രീയ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾക്ക് പരിചിതവും ഒരുപക്ഷെ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സത്യാഗ്രഹ സമരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഒരു സമരമാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ദണ്ഡി മാർച്ച്. എങ്ങനെയാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ദണ്ഡി മാർച്ചിൻ്റെ പ്രാധാന്യവും അത് ഉയർത്തിവിട്ടിയ രാഷ്ട്രീയ അവബോധവും, അതോടൊപ്പം തന്നെ മഹഡ് സത്യാഗ്രഹം ഇന്ത്യയിലെ സാമൂഹിക നീതി പ്രക്ഷോഭങ്ങൾക്കും ജാതിവിരുദ്ധ ജനാധിപത്യ സമരങ്ങൾക്കും എങ്ങനെയാണ് അത് പ്രധാനപ്പെട്ട ഒരു നാന്ദിയായി മാറിയതിനെ സംബന്ധിച്ചുള്ള ഒരു താരതമ്യമായിട്ടുള്ള പഠനമാണ് യഥാർത്ഥത്തിൽ ഈ മഹഡ് സത്യാഗ്രഹത്തെ സംബന്ധിച്ചുള്ള ഈ പുസ്തകം. ഈ താരതമ്യം ഒരുപക്ഷെ നമ്മുടെ സമകാലികമായ സന്ദർഭത്തിൽ ആ താരതമ്യം നമുക്ക് വളരെ പ്രധാനമായി തോന്നുന്ന ചില കാര്യങ്ങൾ മുൻനിർത്തി ആണ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹഡ് സത്യാഗ്രഹം ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യനീതി പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏടാണ്. അത് ഒരേ സമയം തന്നെ സിവിൽ അവകാശ സമരങ്ങളുടെ ചരിത്രത്തിൽ, മനുഷ്യാവകാശ സമരങ്ങളുടെ ചരിത്രത്തിൽ, ജാതിവിരുദ്ധമായിട്ടുള്ള സമരങ്ങളുടെ ചരിത്രത്തിൽ നിർണായകമായിട്ടുള്ള ഒരു ഏടാണ്. അത് നയിച്ചതും അതിന് നേതൃത്വം കൊടുത്തത് BR അംബേദ്കർ ആയിരുന്നതുകൊണ്ട് തന്നെ അംബേദ്കറിൻ്റെ രാഷ്ട്രീയ ബൗദ്ധിക ജീവിതത്തിൽ ഒരു നിർണായകമായിട്ടുള്ള ഒരു സംഭവം കൂടിയാണ് ഈ മഹഡ് സത്യാഗ്രഹ സമരം. ഏകദേശം ഒരു വർഷക്കാലം നീണ്ടുനിന്ന ഒരു സമരപ്രക്ഷോഭമാണ് മഹഡ് എന്ന് പറയുന്നത്. ആദ്യം ഒരു മഹഡ് കോൺഫറൻസ് എന്ന് പറയുന്ന ഒരു കോൺഫറൻസും പിന്നീട് മഹഡ് സത്യാഗ്രഹവുമായിട്ടാണ് യഥാർത്ഥത്തിൽ രണ്ട് ഘട്ടത്തിലാണ് ഈ മഹഡ് പ്രക്ഷോഭമെന്നോ മഹഡ് സമരമെന്നോ അല്ലെങ്കിൽ മഹഡ് സത്യാഗ്രഹമെന്നോ പൊതുവെ വിളിക്കുന്ന ഈ സംഭവം ഉണ്ടായതെന്നുള്ളത് നമുക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. യഥാർത്ഥത്തിൽ മഹഡ് കോൺഫറൻസ് എന്ന് പറയുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹഡ് മുനിസിപ്പാലിറ്റിയുടെ നിയന്ത്രണത്തിലുള്ള ഒരു ചൗദാർ കുളം എന്ന് പറയുന്ന ഒരു പൊതുകുളത്തിൽ അയിത്തജാതിക്കാർക്ക് പരസ്യമായി വെള്ളം കുടിക്കുന്നതിനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരിക്കുന്ന സന്ദർഭത്തിൽ 1923 ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ബോൽ റെസൊല്യൂഷൻ എന്ന് പറയും, SK ബോൽ എന്ന് പറയുന്നൊരു സാമൂഹ്യ പരിഷ്കർത്താവിൻ്റെ നേതൃത്വത്തിൽ ഈ ബോംബെ ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ ഒരു പ്രമേയം പാസ്സാക്കുകയുണ്ടായി. അയിത്തജാതിക്കാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് മഹാരാഷ്ട്രയിലെ പബ്ലിക്കായിട്ടുള്ള കുളങ്ങളിൽ നിന്ന്, പബ്ലിക് ജലസ്രോതസ്സുകളിൽ നിന്ന് അവർക്കവിടെ പ്രവേശിക്കുവാനും അതിൽ വെള്ളം കുടിക്കുവാനുള്ള അവകാശം ഉറപ്പുവരുത്തുന്ന ഒരു പ്രമേയമായിരുന്നു. ആ പ്രമേയത്തെ ചൂടുപിടിച്ചാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യാവകാശ സമരം എന്ന രീതിയിൽ, യഥാർത്ഥത്തിൽ ഒരു സിവിൽ അവകാശ സമരം എന്ന രീതിയിൽ ഈ മഹഡ് സത്യാഗ്രഹത്തിനോടനുബന്ധമായിട്ട് ഈ കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. അതിൽ അംബേദ്കർ നേതൃത്വം കൊടുക്കുകയും അതിൻ്റെ വലിയൊരു ചരിത്രമുണ്ട്. അതിന് അംബേദ്കർ ബോംബെയിൽ നിന്ന് മഹഡിലേക്ക് എത്തുന്നത് തന്നെ അതിൻ്റെ ഒരു ഇറ്റിനറി തന്നെ വലിയ ഒരു ചരിത്രപരമായ ഒരു കാര്യമാണ്. അത് സംഘടിപ്പിക്കുന്നതിൽ വളരെ മുന്നിട്ട് നിന്ന കുറച്ച് ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ ഇത് മഹറുകളോ അല്ലെങ്കിൽ അയിത്തജാതിക്കാരോ മാത്രം നേതൃത്വം കൊടുത്ത ഒരു സമരമായിരുന്നില്ല എന്നുള്ളതാണ്. മഹാരാഷ്ട്രയിലെ പ്രത്യേകിച്ച് കൊങ്കൺ പ്രദേശത്തെ ഒട്ടനവധി സാമൂഹിക പരിഷ്കർത്താക്കളായ ആളുകളുടെ നേതൃത്വം ഇതിനുണ്ടായിരുന്നു, അതിൽ പങ്കാളിത്തമുണ്ടായിരുന്നു. ഈ പറയുന്ന രീതിയിൽ കായസ്ഥ പ്രഭുക്കന്മാരുടെ സംഘടന, അതുപോലെ അബ്രാഹ്മണരായിട്ടുള്ള പല സാമൂഹിക പരിഷ്കർത്താക്കളുടെയും സോഷ്യൽ സർവീസ് ലീഗ് എന്ന് പറയുന്ന ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുടെയൊക്കെ വലിയൊരു പിന്തുണയോടുകൂടിയാണ് ഈ കോൺഫറൻസും പിന്നീട് മഹഡ് സത്യാഗ്രഹവും നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ അംബേദ്കറുടെ അനുയായി മാറുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റുകാരനാവുകയും ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് ഇതിൻ്റെ ക്ഷണപ്രകാരമാണ് യഥാർത്ഥത്തിൽ
SB മോറെ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ബയോഗ്രഫി കുറേ നാളുകൾക്ക് കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരമാണ് യഥാർത്ഥത്തിൽ അംബേദ്കർ മഹഡ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിത് ഈ കാര്യം പരിശോധിക്കുമ്പോൾ നമുക്ക് അംബേദ്കറിൻ്റെ തന്നെ ഒരു ഇൻ്റലക്ച്വൽ പൊളിറ്റിക്കൽ കരിയറിലെ ഒരു 20 വർഷക്കാലത്തെ നീണ്ട ഒരു ബൗദ്ധിക രാഷ്ട്രീയ ജീവിതം നമുക്ക് പരാമർശിച്ച് പോകേണ്ടി വരും. 1916 ജാതിയെ സംബന്ധിച്ച അംബേദ്കർ പ്രബന്ധം കൊളംബിയ സർവകലാശാലയിൽ അവതരിപ്പിക്കുന്നത്, കാസ്റ്റ് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത് 1916. അതിനുശേഷം 20 വർഷങ്ങൾക്ക് ശേഷം 1936 അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 1916 ഇന്ത്യയിലെ ജാതികൾ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇന്ത്യയിലെ ജാതികൾ എങ്ങനെയാണ് രൂപം കൊണ്ടിരിക്കുന്നതെന്നും അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്താണെന്നും അതിൻ്റെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള അതിൻ്റെ സ്വഭാവവും എങ്ങനെയാണത് പ്രവർത്തിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു വളരെ ആന്ത്രപ്പോളജിക്കലായ ഒരു അക്കാഡമിക്കായിട്ടുള്ള വർക്കാണത്. 1936 എത്തുമ്പോൾ അംബേദ്കർ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ മുൻനിർത്തി ഇന്ത്യയുടെ ഒരു സമഗ്രാധിപത്യ സ്വഭാവമുള്ള ജാതിഘടനയെ രാഷ്ട്രീയമായി മനസ്സിലാക്കുകയും അതിനെ പരിവർത്തിപ്പിക്കുവാനാവശ്യമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടിലേക്ക് എത്തിച്ചേരുകയും ഈ ജാതിവ്യവസ്ഥയും ആ ജാതിവ്യവസ്ഥയെ ചൂഴ്ന്നു നിൽക്കുന്ന അതിൻ്റെ അസമത്വ സംവിധാനങ്ങളും അതിനെ സാധൂകരിക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന പ്രത്യയശാസ്ത്ര ദേശത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമാക്കുന്ന രീതിയിലാണ് അംബേദ്കറിൻ്റെ അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയുന്ന ജാതി ഉന്മൂലനം എന്ന് പറയുന്ന കൃതി രൂപപ്പെടുന്നത് തന്നെ. അതിൻ്റെ ഹിസ്റ്ററിയും കാര്യങ്ങളിൽ പലർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ 1916 1936 ഇടയിലുള്ള 20 വർഷക്കാലത്ത് മേക്കിംഗ് ഓഫ് അംബേദ്കർ ആസ് എ നാഷണൽ ലീഡർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുവരെ മഹാരാഷ്ട്രയിൽ ഒരു സാമൂഹ്യ നവീകരണ പ്രക്ഷോഭ രംഗത്ത് നിലനിൽക്കുകയും അദ്ദേഹത്തിൻ്റെ ബൗദ്ധിക ജീവിതം നടത്തുകയും സാമൂഹിക പരിവർത്തനത്തിനും സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്തു. പ്രത്യേകിച്ച് മഹർ സമുദായങ്ങളെ മുൻനിർത്തി പ്രവർത്തിച്ച അംബേദ്കർ മഹഡ് സത്യാഗ്രഹത്തോടു കൂടിയാണ് ഒരു ദേശീയ നേതാവായി മാറുന്നുള്ള കാര്യം നമുക്ക് വിസ്മരിച്ചുകൂടാ. 1927 മാർച്ച് മാസം 19-20 തീയതികളിൽ ആരംഭിക്കുകയും മാർച്ച് മാസം അവസാനം ഡിസംബർ 25 ആരംഭിക്കുകയും ഡിസംബർ അവസാനം അവസാനിക്കുകയും ചെയ്യുന്ന ഒരു സമരമാണത്. അത് അക്കാലത്ത് വളരെ ദേശീയമായ ശ്രദ്ധ പിടിച്ചു പറ്റുകയും അതോടൊപ്പം തന്നെ അതിനെ സംബന്ധിച്ച് ഒട്ടനവധി രീതിയിലുള്ള നിലപാടുകൾ അംബേദ്കർ തന്നെ പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ ബഹിഷ്കൃത ഭാരത് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ അതിനെ സംബന്ധിച്ച് വളരെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മഹഡ് കോൺഫറൻസിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അധ്യക്ഷ പ്രസംഗം നടത്തിയത് അംബേദ്കറാണ്. യഥാർത്ഥത്തിൽ അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ഒരു എഴുതി തയ്യാറാക്കിയ ഒരു അധ്യക്ഷ പ്രസംഗം അദ്ദേഹം അവിടെ അവതരിപ്പിക്കുകയുണ്ട്. ആ അധ്യക്ഷ പ്രസംഗത്തിലാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം ഈ ജാതി എന്ന് പറയുന്നത് എങ്ങനെയാണ് പൗരാവകാശങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും നിഷേധിക്കുകയും അതിനെ പൂർണ്ണമായും ഒരു പറ്റം മനുഷ്യർക്ക് ഒരു കൂട്ടം മനുഷ്യർക്ക് മനുഷ്യാവകാശങ്ങളോ യാതൊരുവിധ പൗരാവകാശങ്ങളോ ഇല്ലാതെ തന്നെ ജാതി ഘടനാപരമായ ഒരു അസമത്വമായി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നും ജാതിയുടെ ഭാഗമായി നിലനിൽക്കുന്ന അയിത്തം എന്ന് പറയുന്നത് എങ്ങനെയാണ് മനുഷ്യനെ സാമൂഹികമായി പുറന്തള്ളുന്നതെന്നതിനെ സംബന്ധിച്ച് അംബേദ്കർ വിശദീകരിക്കുന്നുണ്ട് ആ പ്രസംഗത്തിൽ, അധ്യക്ഷ പ്രസംഗത്തിൽ. അപ്പോൾ ഇന്ത്യയിൽ ഘടനാപരമായ അസമത്വം നിലനിർത്തുന്ന ഒരു സാമൂഹ്യ സംവിധാനമായി ജാതിയെ സ്ഥാനപ്പെടുത്തുകയും ജാതിവിരുദ്ധമായ സമരങ്ങളിലൂടെ മാത്രമേ ഇന്ത്യയിൽ ഒരു ജനാധിപത്യ സമൂഹം പിറവിയുള്ളൂ എന്നുള്ളതാണ് അംബേദ്കർ യഥാർത്ഥത്തിൽ ഈ മഹഡ് സത്യാഗ്രഹത്തിലൂടെ ആ സത്യാഗ്രഹ സമരത്തിലൂടെ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ലോകത്ത് തന്നെ ബോധ്യപ്പെടുത്തിയ ഒരു കാര്യം എന്നുള്ളതാണ്. ആ അർത്ഥത്തിൽ അംബേദ്കർ 2 രീതിയിലുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക വൈജ്ഞാനിക സങ്കല്പത്തെ ഈ സമരത്തിൽ അദ്ദേഹം രൂപപ്പെടുത്തിയുണ്ടായി. നമുക്കറിയാവുന്നതുപോലെ അംബേദ്കർ അടിസ്ഥാനപരമായ ഒരു ഡെമോക്രാറ്റിക് പ്രാഗ്മാറ്റിസ്റ്റാണ്. കാരണം അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ ഗുരുവായിട്ടുള്ള ജോൺ ഡ്യൂവി എന്ന് പറയുന്ന അമേരിക്കൻ പ്രാഗ്മാറ്റിസ്റ്റാണ്. അപ്പോൾ പ്രാഗ്മാറ്റിസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായ തത്വശാസ്ത്രം തന്നെ അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അക്കാലത്തെ സോഷ്യലിസ്റ്റ് ലിബറൽ മാർക്സിയൻ ചിന്താധാരകളോടും മറ്റൊട്ടനവധി പ്രത്യയശാസ്ത്രങ്ങളോടുമായി അതിന് ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ആണെങ്കിൽ പോലും അടിസ്ഥാനപരമായ അംബേദ്കർ തൻ്റെ ഡെമോക്രാറ്റിക് പ്രാഗ്മാറ്റിസം എന്ന് പറയുന്നത് സാമൂഹിക പരിവർത്തനത്തിനും രാഷ്ട്രീയപരമായ മാറ്റത്തിനും വേണ്ടി നിർമ്മിച്ചെടുക്കുന്ന ഒരു മുന്നേറ്റം കൂടിയായിരുന്നു യഥാർത്ഥത്തിൽ ഈ മഹഡ് സത്യാഗ്രഹ സമരം എന്നുള്ളത് നമ്മൾ വളരെ പ്രാധാന്യത്തോടു കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ അംബേദ്കർ ഇതിൽ നിന്ന് രൂപപ്പെടുത്തുന്ന ഒരു കാര്യം നമുക്ക് ഇന്നത്തെ ഒരു ഭാഷയിൽ
അക്കാദമികമായ രാഷ്ട്രീയ ഭാഷയിൽ ഒരു റാഡിക്കൽ ഇക്വാളിറ്റിയാണ് യഥാർത്ഥത്തിൽ. അംബേദ്കർ വാസ് ഇൻ ഫാക്ട് ആക്ച്വലി ഫോർമുലേറ്റഡ് എ കൈൻഡ് ഓഫ് റാഡിക്കൽ ഇക്വാളിറ്റി ഇൻ വിച്ച് ദി ഇക്വാളിറ്റി മസ്റ്റ് ബി അറ്റൈൻ ത്രൂ റാഡിക്കൽ സോഷ്യൽ എൻഗേജ്മെൻറ്റ്സ്. അതായത് വളരെ വിധ്വംസകവും പരിവർത്തനാത്മകവുമായ സാമൂഹിക മാറ്റത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ തുല്യത എന്ന് പറയുന്നത് സ്ഥാപിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് അംബേദ്കർ എത്തുന്നത്. അതുകൊണ്ടാണ് അംബേദ്കറിൻ്റെ ഇക്വാളിറ്റിയെക്കുറിച്ചുള്ള സങ്കല്പം റാഡിക്കൽ ഇക്വാളിറ്റിയാണ്. കാരണം റാഡിക്കലായ ഒരു ഇക്വാളിറ്റിയുടെ മാത്രമേ വിഭവങ്ങളും സാമൂഹികമായ മൂലധനങ്ങളും രാഷ്ട്രീയമായിട്ടുള്ള പ്രാതിനിധ്യവും ഉറപ്പാക്കുന്ന ഒരു സംവിധാനത്തിലൂടെ മാത്രമേ ഇന്ത്യയിലെ അടിച്ചമർത്തപ്പെട്ട ജാതീയപരമായി അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾക്ക് ഇക്വാളിറ്റി ലഭ്യമാകൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർക്ക് തുല്യത സ്ഥാപിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെത്. പക്ഷേ അതോടൊപ്പം തന്നെ അതിന് വളരെ പീസ്ഫുള്ളായിട്ടുള്ള നോൺ വയലൻസ് മാർഗമാണ് അദ്ദേഹം സ്വീകരിച്ചത്. അംബേദ്കറിൻ്റെ ഈ നോൺ വയലൻസ്, ഇപ്പോൾ ഗാന്ധിജി തന്നെ ഇതിന് മുന്നേ തന്നെ നോൺ വയലൻസ് ഒരു രാഷ്ട്രീയമായിട്ടുള്ള ഒരു മീൻസായി, ഒരു വഴിയായി, തൻ്റെ രാഷ്ട്രീയ സമരങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വഴിയായി ഗാന്ധിജി നോൺ വയലൻസ് എന്ന് പറയുന്നത് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരനുഭവം നമുക്കുണ്ട്. അംബേദ്കർ അതേപോലെ തന്നെ ഈ നോൺ വയലൻസ് എന്ന് പറയുന്നത് തൻ്റെ രാഷ്ട്രീയ പ്രയോഗരൂപങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വഴിയായി അദ്ദേഹം സ്വീകരിക്കുന്ന ഒരു സമരം കൂടിയാണത്. കാരണം ഈ മഗധ് സത്യാഗ്രഹ കോൺഫറൻസിന് സമയത്ത്, ഈ കോൺഫറൻസിന് ശേഷം വലിയ ഒരു പ്രോസഷൻ നടത്തിക്കൊണ്ട് തന്നെയാണ് യഥാർത്ഥ ചൗദാർ കുളത്തിൽ ചെന്ന് അദ്ദേഹം വെള്ളം കുടിക്കുകയും ആ സമരത്തിൽ പങ്കെടുത്ത എല്ലാവരും കൂടി വളരെ സമാധാനപരമായി തിരിച്ചു പോരുകയും ചെയ്യുകയാണ് ഇത്. പക്ഷെ അതിനുശേഷം ഒരു 2 മണിക്ക് കോൺഫറൻസ് കഴിഞ്ഞ് 2 മണിക്ക് ശേഷമാണ് അംബേദ്കറും അനുയായികളും കൂടി ഈ കുളം പൊല്യൂട്ടഡാക്കി അശുദ്ധീകരിച്ചുവെന്നും തൊട്ടടുത്ത് ഉള്ള ക്ഷേത്രം അയിത്തജാതിക്കാർ ബലമായി പ്രവേശിക്കുമെന്നുള്ളൊരു റൂമർ, കിംവദന്തി പരത്തുകയും ചെയ്യുകയും അങ്ങനെ സവർണരും മേൽജാതിക്കാരും ഈ കോൺഫറൻസ് കഴിഞ്ഞ് വന്ന് ചൗദാർ കുളത്തിൽ സമാധാനപരമായി ഇറങ്ങി വെള്ളം കുടിച്ച് തിരിച്ചു വന്ന ആളുകളെ ആക്രമിക്കുകയാണ് ചെയ്തത്. അങ്ങനെ 80-ൽ പരം അയിത്തജാതിക്കൽ ഭീകരമായി മുറിവേൽക്കുകയും പലരും ആശുപത്രിയിലാവുകയും ചെയ്യുന്നിട്ട് പോലും ഒരിക്കലും ഈ ഒരു തിരിച്ചടിക്കുന്ന ഒരു വയലൻ്റായ മെത്തേഡ് സ്വീകരിക്കരുതെന്ന് അംബേദ്കർ ഉപദേശിക്കുന്നുണ്ട്. അതോടുകൂടി അംബേദ്കർ യഥാർത്ഥത്തിൽ അയിത്തജാതിക്കാരുടെയും അല്ലെങ്കിൽ ജാതിവിരുദ്ധ സമരത്തിന്, സാമൂഹ്യ നീതി പ്രക്ഷോഭങ്ങൾ എപ്പോഴും സമാധാനപൂർവ്വമായിട്ടുള്ള സമരങ്ങളിലൂടെ, ജനാധിപത്യ മാർഗങ്ങളിലൂടെ മാത്രമേ ആകാവൂ എന്നുള്ള ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സമരമാർഗം അംബേദ്കർ മുന്നോട്ട് വെച്ചു എന്നുള്ളതാണ് ഈ മഗധ് സത്യാഗ്രഹ സമരത്തിൻ്റെ ഒരു പ്രാധാന്യം എന്നുള്ളതാണ്. അതുപോലെ തന്നെ റാഡിക്കൽ ഇക്വാളിറ്റിയും അതുപോലെ തന്നെ സമാധാനപരമായിട്ടുള്ള ഡെമോക്രാറ്റിക്കായ സമരമാർഗം ജാതിവിരുദ്ധ ജനാധിപത്യം എന്ന് പറയുന്ന സങ്കല്പത്തിനെ വിപുലപ്പെടുത്താൻ അംബേദ്കർ ഉപയോഗിക്കുന്നുണ്ട്. ജാതിവിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ സങ്കല്പം എന്നുള്ളതാണ്. ആ ജനാധിപത്യ സങ്കല്പത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ദണ്ഡി മാർച്ചും അംബേദ്കറുടെ നേതൃത്വത്തിൽ നടന്ന ഈ മഗധ് സത്യാഗ്രഹവും 2 പ്രധാനപ്പെട്ട സംഭവമായി നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണ്? ഒന്ന്, മഗധ് സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള, സാമൂഹ്യ പരിഷ്കരണത്തിൻ്റെയും സാമൂഹ്യ പരിവർത്തനത്തിനും വേണ്ടിയുള്ളൊരു സമരമായിരുന്നു. അത് അടിസ്ഥാനപരമായി മനുഷ്യരുടെ അയിത്തജാതിക്കാരെന്ന് വിളിക്കുന്ന ദളിതരെന്ന് വിളിക്കുന്ന ആളുകൾക്ക് പൊതുവായിട്ടുള്ള പൊതുവിഭവങ്ങൾ, പൊതുമൂലധനങ്ങളിൽ, പൊതുവഴിയിൽ സഞ്ചരിക്കുവാനും പൊതുവായിട്ടുള്ള വെള്ളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് അക്സസിബിലിറ്റി കിട്ടുവാൻ വേണ്ടിയുള്ള ഒരു മനുഷ്യാവകാശ പ്രക്ഷോഭമായിരുന്നു. ഒരു ജനാധിപത്യ അവകാശങ്ങൾക്ക് വേണ്ടി, സിവിൽ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സിവിൽ റൈറ്റ്സ് മൂവ്മെൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇത് എന്നാൽ ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട 20-കൾ മുതൽ 30 വരെ ഗാന്ധിയൻ രീതിയിലുള്ള സമരമാർഗത്തിലൂടെ ഇന്ത്യയിലെ ജനങ്ങളെ, നാനാ തുറയിൽപ്പെട്ട വ്യത്യസ്തരായ ജനവിഭാഗങ്ങൾ ഐക്യപ്പെടുത്തി ഒരു ദേശീയ ജനതയെ നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള കൊളോണിയൽ വിരുദ്ധമായ സമരത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഏടാണ് ദണ്ഡി മാർച്ച് എന്ന് പറയുന്നത്. അതിലൂടെ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നടപ്പാക്കിയ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഏറ്റവും മനുഷ്യവിരുദ്ധമായിട്ടുള്ള ഒരു ടാക്സ് റെഷീം എന്ന് പറയുന്നു. ടാക്സ് റെഷീം, ഇന്നത്തെയൊക്കെ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ടാക്സ് റെഷീം എന്ന് പറയുന്നത് നികുതി ഭരണത്തിനെതിരെ നടത്തിയ ഒരു സമരമാണ് യഥാർത്ഥത്തിൽ ഈ ദണ്ഡി മാർച്ച്. ഉപ്പ് സത്യാഗ്രഹവും, ഉപ്പിൻ്റെ മേൽ നികുതി, അനിയന്ത്രിതമായി നികുതി ചെലുത്തിക്കൊണ്ട് ഉപ്പുൾപ്പെടെയുള്ള
ഇന്ത്യയിലെ വിഭവങ്ങളുടെ മേൽ ബ്രിട്ടീഷുകാർ നികുതി ചെലുത്തിക്കൊണ്ടുള്ള ഒരു കൊളോണിയൽ ഭരണത്തിനെതിരായിട്ടുള്ള ഒരു സിംബോളിക്കായ സമരരൂപമായിരുന്നു യഥാർത്ഥത്തിൽ ദണ്ഡി സമരമെങ്കിൽ മഗധ് സത്യാഗ്രഹം മനുഷ്യാവകാശ ജനാധിപത്യാവകാശത്തിന് വേണ്ടിയുള്ള ഒരു പ്രക്ഷോഭമായിരുന്നു. ആ പ്രക്ഷോഭം അടിസ്ഥാനപരമായി ലക്ഷ്യം വെച്ചത് ജാതിബദ്ധമായിട്ടുള്ള ഒരു മേൽക്കീഴ് വ്യവസ്ഥയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥയെ ജനാധിപത്യപരമായി പരിവർത്തിപ്പിക്കുക എന്നുള്ള ലക്ഷ്യവും ഈ ജാതി വ്യവസ്ഥയെ ചൂഴ്ന്നു നിൽക്കുന്ന അതിൻ്റെ പ്രത്യശാസ്ത്ര കോയ്മയായ ബ്രാഹ്മണ്യത്തെ ബ്രാഹ്മണ്യമാണെന്ന് തിരിച്ചറിയും ബ്രാഹ്മണ്യത്തിനെതിരായിട്ടുള്ള ജനാധിപത്യ സമരത്തിലൂടെ മാത്രമേ ഇന്ത്യയിൽ തുല്യത സ്ഥാപിച്ചെടുക്കാൻ കഴിയൂ എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധ്യമാണ് യഥാർത്ഥത്തിൽ അംബേദ്കർ ഇതിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ടത്. അപ്പോൾ ഒന്ന് സാമൂഹ്യമായിരിക്കുന്നു. മഗധ് സത്യാഗ്രഹം അടിസ്ഥാനപരമായി സാമൂഹ്യ നീതിയിലും സാമൂഹ്യ തുല്യതയിലും സാമൂഹ്യ പരിവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു സമരരൂപമായിരുന്നുവെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഗാന്ധിജി നടത്തിയ ദണ്ഡി സത്യാഗ്രഹം എന്ന് പറയുന്ന കൊളോണിയൽ വിരുദ്ധമായ ഒരു ദേശീയ ജനതയെ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ സമരത്തിൻ്റെ ഭാഗമായി ഇവിടെ ബ്രിട്ടീഷുകാരെ ചിലപ്പോൾ അൺജസ്റ്റായിട്ടൊരു അഡ്മിനിസ്ട്രേറ്റീവ് റെഷീമിനെതിരായിട്ടൊരു സമരം എന്നുള്ളതാണ്. രണ്ടും ഇന്നത്തെ ഒരു പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഒരു ജനാധിപത്യ രാജ്യമായി രൂപപ്പെട്ടത്, ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ജനങ്ങൾ ഒരു ദേശീയ ജനതയായി ഐക്യപ്പെട്ട് രൂപപ്പെട്ട് വളർന്നു വന്നത് ഈ സാമൂഹ്യവും രാഷ്ട്രീയവുമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുടെ സമന്വയത്തിലൂടെയാണ്. ഇന്ത്യക്കാർ എന്ന് പറയുന്ന ദേശീയ ജനതയുണ്ടായതും സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിൽ ഇന്ത്യ ഒരു ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായതും ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനത്തിൽ തുല്യ പൗരത്വമുള്ള ഒരു ജനാധിപത്യ സമരമാകുകയും ഒരു റിപ്പബ്ലിക്കായി വളർന്നു വരികയും ആ റിപ്പബ്ലിക്കും ഈ പറയുന്ന ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനാപരമായ മൂല്യങ്ങളും ദേശീയ പ്രസ്ഥാനവും ഈ സാമൂഹ്യനീതി പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന മൂല്യങ്ങളും വലിയ രീതിയിൽ തിരിച്ചടി നേരിടുന്ന സന്ദർഭത്തിലാണ് ഈ പുസ്തകം നമ്മൾ വായിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ മഗധ് സമരത്തെക്കുറിച്ച് സംസാരിക്കുന്നുള്ളതാണ്. ഇന്ന് നമ്മൾ കഴിഞ്ഞ 150 വർഷക്കാലത്തെ ബ്രിട്ടീഷ് വിരുദ്ധമായ സമരങ്ങളിലൂടെ രൂപപ്പെടുത്തിയ ദേശീയമായ ആശയങ്ങൾ അതിൻ്റെ ഒരു ഇൻക്ലൂസീവാണ്. അതിന് പരിമിതികളുണ്ട്, അതിന് പോരായ്മകളുണ്ട്. അതിലെല്ലാ ജനവിഭാഗങ്ങൾക്കും അതിൻ്റെ അനുസരിച്ചുള്ള പ്രാതിനിധ്യവും പങ്കാളിത്തമോ ഒരു പക്ഷേ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ ലഭിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ എങ്കിൽ പോലും മൊത്തത്തിൽ ഇന്ത്യക്കാരായ ഒരു ജനതയെയും അതിൻ്റെ വൈവിധ്യങ്ങളെയും അതിൻ്റെ സാംസ്കാരികവും സാമൂഹികവുമായിട്ടുള്ള വേർതിരിവുകളെയും എല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ഇന്ത്യക്കാരായ ഒരു ജനസമൂഹത്തെ ദേശീയമായി ഐക്യപ്പെടുത്തുകയും അവരെ ഒരു സ്വതന്ത്ര ജനതയായി മാറ്റുകയും ചെയ്ത ദേശീയ പ്രക്ഷോഭം, ആ പ്രക്ഷോഭത്തിൻ്റെ മൂല്യങ്ങൾ അതിനനുസൃതമായി രൂപപ്പെടുത്തിയ ഒരു ഭരണഘടനാ ജനാധിപത്യവും റിപ്പബ്ലിക്കൻ ട്രഡീഷനും ഒരു വികസ്വര ജനാധിപത്യ സങ്കല്പവും ഭരണഘടനയും പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മൾ മഗധ് സമരത്തിനെ കുറിച്ച് നമ്മൾ ഓർക്കുന്നത് അല്ലെങ്കിൽ സ്മരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കാരണം ദാറ്റ് ഈസ് ദ കണ്ടംപറേനിറ്റി ഓഫ് ദി മഗധ് സത്യാഗ്രഹ, അതിൻ്റെ ദാറ്റ് ഈസ് ദ കണ്ടംപററി പ്രെഡിക്കമെൻ്റ് ഓഫ് ദി മഗധ് സത്യാഗ്രഹ. അപ്പോൾ അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് നമ്മൾ എങ്ങനെയാണ് ഒരു ഇഗാലിറ്റേറിയൻ ഡെമോക്രസിയിലേക്ക് വളർന്നു വന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യ സങ്കല്പം ഇഗാലിറ്റേറിയൻ ഡെമോക്രസി ആയിരിക്കണം, ഒരു തുല്യതയിൽ അധിഷ്ഠിതമായിട്ടുള്ള തുല്യതാ ജനാധിപത്യമായിരിക്കണം എന്നുള്ളതാണ് അംബേദ്കർ ജനാധിപത്യത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സങ്കല്പം രൂപപ്പെടുത്തുന്നത് തന്നെ ഈ 1920s കൂടിയാണ്. 1920കളിലോടുകൂടിയാണ് അംബേദ്കർ ജനാധിപത്യപരമായ സങ്കല്പങ്ങൾ രൂപപ്പെടുത്തുന്നത്. അത് 1926-27 ആയപ്പോൾ മഗധ് സത്യാഗ്രഹത്തിൻ്റെ ഘട്ടത്തിലായപ്പോൾ അതിലേക്ക് സാമൂഹ്യനീതിയുടെയും തുല്യതയുടെയും ഇൻക്ലൂസീവ്നെസ്സിൻ്റെയും ജാതിവിരുദ്ധ ജനാധിപത്യത്തിൻ്റെയും സങ്കല്പങ്ങളായി മാറുകയും 1936 അനിഹിലേഷൻ ഓഫ് കാസ്റ്റ് എഴുതുമ്പോൾ എങ്ങനെയാണ് സാമൂഹികം സോഷ്യൽ എന്ന് പറയുന്നതും രാഷ്ട്രീയം എന്ന് പറയുന്നതും, സാമൂഹികം രാഷ്ട്രീയം എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരസ്പരം പാരസ്പര്യപ്പെട്ടുകൊണ്ട് മാത്രമേ ഇന്ത്യക്കാർക്കൊരു ദേശീയ ജനതയാവാൻ കഴിയൂ എന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം അംബേദ്കർ മുന്നോട്ട് വയ്ക്കുന്നത്. അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് സാമൂഹിക പരിഷ്കരണം ഇന്ത്യയിൽ പിന്നോട്ടടിക്കപ്പെടുകയും രാഷ്ട്രീയ പരിഷ്കരണത്തിന് വേണ്ടി ആളുകൾ എപ്പോഴും മുറവിളി കൂട്ടുകയും ചെയ്യുന്ന കാര്യത്തെ സംബന്ധിച്ച് അംബേദ്കർ അനിഹിലേഷൻ ഓഫ് കാസ്റ്റിൽ വളരെ വിശദമായി തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് ശത്രുക്കൾ കൂടുതലാണെന്നും അല്ലെങ്കിൽ സാമൂഹ്യ പരിഷ്കരണത്തിന് പിന്തുണയ്ക്കാൻ ആളുകൾ കുറവാണെന്നും രാഷ്ട്രീയ പരിഷ്കരണത്തിന് വേണ്ടി ധാരാളം ആളുകൾ ഉണ്ട് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. കാരണം ഇന്ത്യയിൽ സാമൂഹ്യ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ വരേണ്യരും സവർണരും മേൽജാതിക്കാരെ സംബന്ധിച്ചോളം അത് അവരുടെ കുടുംബത്തിൻ്റെയും സമുദായത്തിൻ്റെയും പരിഷ്കരണമാണ്. മൊത്തത്തിൽ സമൂഹത്തെ ജനാധിപത്യത്തിലേക്ക് വയ്ക്കാനോ തുല്യതയുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള ഒരു ശ്രമമല്ലെന്നും ഇന്ത്യയിൽ രാഷ്ട്രീയ പരിഷ്കരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരിൽ നിന്ന് തങ്ങൾക്ക് വരേണ്യരായ ആളുകൾക്കുള്ള അധികാര കൈമാറ്റം മാത്രമാണെന്നും അംബേദ്കർ പറയുന്നുണ്ട്. അപ്പോൾ കേവലം ജാതി സമുദായ
കുടുംബ പരിഷ്കരണത്തിൽ നിന്നും എങ്ങനെയാണ് തുല്യതയിലധിഷ്ഠിതമായ ഒരു സാമൂഹിക ജനാധിപത്യത്തിലേക്ക് ഇന്ത്യയിലെ സാമൂഹ്യ വ്യവസ്ഥ ഒരു സാമൂഹ്യ ജനാധിപത്യത്തിലേക്ക് മാറേണ്ടതിൻ്റെ ആവശ്യത്തെ സംബന്ധിച്ച് അംബേദ്കർ ഈ മഹഡ് സത്യാഗ്രഹത്തിൽ നടന്ന അധ്യക്ഷ പ്രസംഗത്തിൽ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് ഇന്ത്യക്ക് ആവശ്യം ഒരു അടിസ്ഥാനപരമായ ഒരു ആവശ്യം ഒരു സാമൂഹിക ജനാധിപത്യമാണ്, ഒരു സോഷ്യൽ ഡെമോക്രസിയാണ്. സോഷ്യൽ ഡെമോക്രസി ഇല്ലാതെ രാഷ്ട്രീയമായ ജനാധിപത്യത്തിന് അതിജീവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ 70-80 വർഷക്കാലത്തെ രാഷ്ട്രീയ ജനാധിപത്യം നമ്മൾ നിലനിർത്തിയുണ്ടായി. നമുക്കൊരു പാർലമെൻ്ററി ജനാധിപത്യമുണ്ട്, പാർലമെൻ്ററി വ്യവസ്ഥയുണ്ട്, തെരഞ്ഞെടുപ്പുകളുണ്ട്, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്. പക്ഷേ ഈ സംവിധാനം എല്ലാം ഉപയോഗിച്ചുകൊണ്ട് വരേണ്യവും പ്രാചീനവും സവർണവുമായിട്ടുള്ള ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയെ, ഒരു സാംസ്കാരിക വ്യവസ്ഥിതിയെ ദേശീയതയായും ആ ദേശീയതയെ ഒരു മതഭൂരിപക്ഷ രാഷ്ട്രവാദമായും ആ മതഭൂരിപക്ഷ രാഷ്ട്രവാദം മറ്റു രീതിയിലുള്ള ന്യൂനപക്ഷങ്ങൾക്കും കീഴാള സമൂഹങ്ങൾക്കും എതിരായ ഒരു രാഷ്ട്രീയ വ്യവസ്ഥയായി മാറ്റിത്തീർത്തത് ഈ ജനാധിപത്യ സംവിധാനങ്ങൾ കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നമ്മൾ ഇന്ത്യക്കാർ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാലഘട്ടത്തിൽ അതിന് ശേഷവും ഇന്ത്യ ഒരു ജനാധിപത്യ റിപ്പബ്ലിക്കായി തുടർന്നപ്പോഴും നമ്മൾ സാമൂഹ്യ ജനാധിപത്യം വേണ്ടത്ര നിർമ്മിച്ചില്ല എന്നുള്ളതാണ്. കാരണം സാമൂഹ്യ സാഹോദര്യത്തിൽ അടിസ്ഥിതമായ സാമൂഹ്യ ജനാധിപത്യം നിർമ്മിച്ചെടുക്കുന്നതിന് ജാതിവിരുദ്ധമായിട്ടുള്ള സമരങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ടായിരുന്നു. നമ്മൾ എവിടെയോ വെച്ച് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ജാതിവിരുദ്ധ ജനാധിപത്യ സമരങ്ങൾ വഴിയിൽ ഉപേക്ഷിക്കുകയും സാമൂഹ്യനീതി പ്രസ്ഥാനങ്ങൾ സ്തംഭിക്കപ്പെടുകയും രാഷ്ട്രീയമായ ജനാധിപത്യത്തിൽ കേവലമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇന്ത്യക്കാർ ചുരുങ്ങിപ്പോവുകയും ചെയ്തു. ഞാൻ അതിൻ്റെ ഒരു ഗുണപരമായ രാഷ്ട്രീയ ജനാധിപത്യത്തിന് ഗുണപരമായ വശം ഉണ്ടെങ്കിൽ പോലും അത് കേവലം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് മാറുകയും സാമൂഹ്യനീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായിട്ടുള്ള ഒരു ജനാധിപത്യം, അംബേദ്കർ പറയുന്ന ഒരു ഇഗാലിറ്റേറിയൻ ഡെമോക്രസി, ജനാധിപത്യം ഈഗാലിറ്റേറിയൻ ആയിരിക്കണം. അതുകൊണ്ടാണ് രാഷ്ട്രീയ ജനാധിപത്യവും സാമൂഹ്യ ജനാധിപത്യവും കൂടിച്ചേർന്നുള്ള ഒരു സാഹോദര്യ ജനാധിപത്യ പ്രക്രിയയിലൂടെ മാത്രമേ ഇന്ത്യക്കാർക്ക് ഒരു സാമൂഹ്യനീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ ഒരു ജനാധിപത്യ സമൂഹമായി വികസിക്കാൻ കഴിയുള്ളൂ എന്ന് അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സഭയിൽ നടത്തിയ പ്രസംഗങ്ങളിൽ പോലും അദ്ദേഹം അത് പറയുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ആ കാര്യങ്ങൾ ഈ പറയുന്ന റാഡിക്കൽ ഇക്വാലിറ്റി എന്ന് പറയുന്നതും ഇഗാലിറ്റേറിയൻ ഡെമോക്രസി എന്ന് പറയുന്ന കാര്യവും സമന്വയിപ്പിച്ചുള്ള ഒരു സാമൂഹിക പുനർനിർമ്മിതിയെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു സാമൂഹ്യ സമത്വ പ്രക്ഷോഭമായിട്ടാണ് യഥാർത്ഥത്തിൽ മഹഡ് സമരത്തെ ഇന്ന് നമ്മൾ സ്ഥാനപ്പെടുത്തുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ സമകാലികമായ പ്രസക്തി എന്തെന്നാൽ അതും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാതായിരുന്നു. സമകാലികത, കണ്ടംപററി പ്രിഡിക്കമെൻ്റ് ഓഫ് ദി മഹഡ് സത്യാഗ്രഹ ഈസ് ദാറ്റ് it is a movement. It was in fact a mass movement. സമൂഹത്തിലെ ഒട്ടുമിക്ക അക്കാലത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളായ മധ്യജാതി വിഭാഗങ്ങളിൽപ്പെട്ടവരും കായസ്ഥ പ്രഭു വിഭാഗങ്ങളും സഹസ്രബുദ്ധയെ പോലുള്ള ബ്രാഹ്മണ പരിഷ്കർത്താക്കളും വലിയ പങ്കെടുക്കുന്നുണ്ട്. രണ്ടാമത്തെ ഫേസിൽ ഈ മഹഡ് സത്യാഗ്രഹത്തിലാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജാതി കോയ്മയുടെയും ഇന്ത്യയിലെ ഇന്നത്തെ ഈ അപ്പർ കാസ്റ്റ് ഹിന്ദു സ്റ്റേറ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഭരണഘടനയായിട്ടുള്ള മനുസ്മൃതിയും അംബേദ്കറും സഹസ്രബുദ്ധയും കൂടിയാണ് കത്തിക്കുന്ന മനുസ്മൃതി. ബേണിംഗ് ഓഫ് മനുസ്മൃതി വാസ് ഇൻ ഫാക്ട് an intellectual and political turning point in the history of modern India. കാരണം എന്ന് പറഞ്ഞാൽ ഈ മനുസ്മൃതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു രാഷ്ട്രത്തിൻ്റെ ചരിത്രാനുഭവമുള്ള ഒരു പ്രദേശമാണ് ഈ കൊങ്കൺ ഉൾപ്പെടുന്ന മഹാരാഷ്ട്ര പ്രദേശത്തുണ്ടായിരുന്നത്. ഇവിടെ ഉണ്ടായിരുന്നത് ശിവജിക്ക് ശേഷം വന്ന പേഷ്വാമാരുടെ ഭരണം എന്ന് പറഞ്ഞ അടിസ്ഥാനപരമായി ഈ മറാത്ത ബ്രാഹ്മിൺസിൻ്റെ, ദേശസ്ഥ ബ്രാഹ്മിൺസിൻ്റെയും അതുപോലെ തന്നെ ചിത്ഭവൻ ബ്രാഹ്മിൺസിൻ്റെയും ഒരു ഭരണമായിരുന്നു പേഷ്വാ സാമ്രാജ്യം എന്ന് പറയുന്ന അടിസ്ഥാനം, പേഷ്വാ രാജ്യം എന്ന് പറയുന്നത്. ആ പേഷ്വാ രാജ്യത്തിൻ്റെ ഭരണഘടന അടിസ്ഥാനപരമായി മനുസ്മൃതിയായിരുന്നു. അക്കാലത്താണ് ഈ മഹറുകളും അതേ സാമൂഹ്യ നിലയുള്ള അയിത്തജാതിക്കാരും അതിക്രൂരമായ രീതിയിലുള്ള സാമൂഹ്യ വിവേചനക്കും അടിച്ചമർത്തലും വിധേയമെന്നാണ്. ആ മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ആ പേഷ്വാ രാഷ്ട്രത്തിൻ്റെ മോഡലിലാണ് ഇന്ന് ഹിന്ദുരാഷ്ട്രം ഭാവനപ്പെടുത്തിയിരിക്കുന്നത്. ആ പേഷ്വാ രാഷ്ട്രത്തിൻ്റെ വക്താക്കളായിരുന്ന ആളുകളുടെ പിന്തുടർച്ചക്കാരായിട്ടുള്ള യാഥാസ്ഥിക ബ്രാഹ്മണരാണ് ഈ RSSും ഹിന്ദു മഹാസഭയുള്ള സംഘടന ഉണ്ടാക്കിയത്. അവരുടെ സങ്കല്പമാണ് ഹിന്ദുരാഷ്ട്രം, അവരുടെ സങ്കല്പമാണ് അടിസ്ഥാനപരമായി ഹിന്ദുരാഷ്ട്രം. അപ്പോൾ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ വേറെ രീതിയിൽ പറഞ്ഞാൽ ഹിന്ദുരാഷ്ട്രത്തിൻ്റെ പ്രത്യയശാസ്ത്രമായ മനുസ്മൃതിയെ ചുട്ടരിച്ച ഒരു രാഷ്ട്രീയ സമരം കൂടിയാണ് മഹഡ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ വിസ്മരിച്ചുകൂടാ.
അതാണ് അതിൻ്റെ സമകാലികമായ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പുസ്തകം പറയുന്നത് മഹഡ് സമരം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എൻ എവരിഡേ സ്ട്രഗിൾ. ഈ ഗാന്ധിജി നടത്തിയ പറയുന്ന ദണ്ഡി മാർച്ച് എന്ന് പറഞ്ഞ് അത് ചരിത്രത്തിൽ സംഭവിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സമരമായിരുന്നു. അത് അവസാനിച്ചു. അതിൽ നമുക്കൊരു ഹിസ്റ്റോറിക്കൽ പാസ്റ്റിലെ ഒരു പൊളിറ്റിക്കൽ ഈവൻറ്റിൻ്റെ രാഷ്ട്രീയ ഓർമ്മയാണ് നമ്മളെ സംബന്ധിച്ചോളം. പക്ഷേ മഹഡ് ജാതി മേധാവിത്വത്തിൻ്റെയും വർണ്ണക്കോയ്മയുടെയും ജാതി അടിമത്തത്തിൻ്റെയും ദൈനംദിന ജീവിതാനുഭവമുള്ള ഇന്ത്യയിൽ മഹഡ് സമരം അനുദിന സാമൂഹ്യ യാഥാർത്ഥ്യമായ രാഷ്ട്രീയ അനുഭവമായി നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്നും മഹഡിന് പ്രസക്തിയുണ്ട്. ഇന്നും ഈ മഹഡ് സമരത്തിന് പ്രസക്തിയുണ്ട്. കാരണം ജാതി നിലനിൽക്കുന്നിടത്തോളം കാലം, ജാതിയുടെ അടിച്ചമർത്തൽ രൂപവും ജാതിയുടെ പുറന്തള്ളൽ രൂപങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം മഹഡ് സമരത്തിന് എൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. മഹഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒപ്പം ജീവിക്കുന്നു. നമ്മുടെ ഒപ്പം ജാതി ജീവിക്കുന്നതുകൊണ്ട് മഹഡും ജീവിക്കുന്നു വേറൊർത്ഥത്തിൽ. അതായത് സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള സമരങ്ങൾ ഇന്ത്യയിൽ തുടരുക എന്ന് പറഞ്ഞാൽ മഹഡ് സമരത്തെ പോലുള്ള സമരങ്ങളുടെ ചരിത്ര പ്രാധാന്യത്തോടു കൂടി സഞ്ചരിക്കുന്നു, നമ്മോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ സമകാലിക പ്രസക്തി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ജാതിയുടെയും വർണ്ണത്തിൻ്റെയും ബ്രാഹ്മണ്യ പുരുഷാധിപത്യ കോയ്മയും നിലനിർത്തുന്ന ഒരു സാമൂഹിക വ്യവസ്ഥിതി നിലനിൽക്കുന്നുവെങ്കിൽ, അതിനെതിരായ സമരങ്ങൾ നടക്കുന്നുവെങ്കിൽ ഇന്ത്യയിൽ മഹഡ് പോലെയുള്ള സമരങ്ങൾക്ക് സമകാലികമായ പ്രസക്തിയുണ്ട് എന്ന് അനുസ്മരിച്ചുകൊണ്ട്, സൂചിപ്പിച്ചുകൊണ്ട് മഹഡ് സത്യാഗ്രഹത്തിൻ്റെ ഓർമ്മ വെക്കുന്ന ഈ ദിനത്തിൽ, ഈ മാർച്ച് 19-ാം തീയതിയിൽ ഈ പുസ്തകം പ്രകാശിപ്പിച്ചുകൊണ്ട് ഇതിനെ സംബന്ധിച്ച് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാവർക്കും എൻ്റെ നന്ദി പ്രകാശിപ്പിച്ച് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.